അപ്പോൾ ഞങ്ങൾ ലക്ഷദ്വീപിൽ വന്നിട്ട് 5-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വേറൊരു ലക്ഷദ്വീപിൻ്റെ ബീച്ച് ഭാഗത്തേക്ക് കൊണ്ടുവന്നേക്കാണ്. അവിടെ വേറൊരു ടൈപ്പ് പ്രകൃതി ഭംഗിയാണ് കേട്ടോ. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം മണലുള്ളൂ, കടൽ കയറണ ഭാഗത്ത് മാത്രം മണലുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഭാഗത്തും മണ്ണാണ്, നല്ല ഉറച്ച മണ്ണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ കടലിറങ്ങണത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. കടൽ ഒരുപാട് ദൂരം ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിപ്പോകാം, അങ്ങനെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. പക്ഷേ അന്നെന്തോ കടലിറങ്ങിയില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ അങ്ങനെ ഫോൺ നോക്കിയിരിപ്പുണ്ട്. ഇവിടെ കാണുമ്പോൾ അറിയാം പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട് പോലെയാണ്, നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ. ഇവിടുത്തെ കാണുന്നതാണ് മണൽ, നല്ല പാൽപ്പൊടി പോലത്തെ മണലാണ്. അപ്പോൾ ഞങ്ങളുടെ സ്പോൺസറും ഹൗസ് ഓണറും ഗൈഡും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല തിരയടിക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് നല്ല കടൽ ഭിത്തിയൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ തിരയണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരു ഫാമിലിയാണ്, കണ്ട നല്ല കടൽ ഭിത്തിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി. അപ്പോൾ ഇവിടുത്തെ കടലിൻ്റെ അടിയിൽ നിറച്ചും പാറയാണ് കേട്ടോ. ആ കാണുന്നതെല്ലാം പാറയാണ്, കടലിൻ്റെ അടിഭാഗമാണ്. നമ്മളിവിടുത്തെ കടലിലൊക്കെ ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ട് വേണം ഇറങ്ങാനായിട്ട്. നിറച്ചും കോറൽസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് മണ്ണ് മാന്തിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നല്ല ലൈറ്റ് കളറ് കടലാണ്. അപ്പോൾ നമ്മളെവിടെ പോയാലും നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അവരാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങും പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ഇത് വന്നാലും ഡേഞ്ചർ വന്നാലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മളെ കൊണ്ടുവന്നവർക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ തിരിച്ചു പോരുന്നതുവരെയും അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേപ്പറെല്ലാം പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് അവർ സൈനൊക്കെ ഇട്ടേലും നമ്മൾ തിരിച്ചു പോകുന്ന സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കിട്ട് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും പെർമിറ്റിൻ്റെ ടൈം കഴിഞ്ഞ് തിരിച്ചു പോരാൻ പറ്റാതെയൊക്കെ ആകുമ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് വീണ്ടും പെർമിറ്റ് നീട്ടാം കേട്ടോ. മറ്റേ ഫാമിലി നല്ല കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനിവിടെ നിന്ന് ഇവർ ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയിട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. നല്ല തിരടിക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല ശക്തിയായിട്ടുള്ള കടൽ ഭിത്തിയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലൊക്കെ നല്ല സൈലൻറ്റ് കടലായിരുന്നു കേട്ടോ. ഇതേപോലെ തീരത്തേക്ക് അധികം തിരയൊന്നും അടിക്കില്ല. പിന്നെ നേരത്തെ കാണിച്ച വീഡിയോയിലൊക്കെ എല്ലാ വീടിൻ്റെയൊക്കെ മുറ്റത്തെ മണലുണ്ട്, പക്ഷേ ഇവിടെ വേറെ ടൈപ്പാണ് കേട്ടോ. ഇത് ഞങ്ങളെ കൊണ്ടുവന്ന് പെർമിറ്റ് എടുത്ത് കൊണ്ടുവന്ന് ഇക്കാടെ മോളാണ് അസ്ല. അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ എല്ലാ സ്ഥലത്തും വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ടുവന്നവരും ഹൗസ് ഓണറും ഗൈഡൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കടൽപ്പുറത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ വൈകുന്നേരം വലിയ മീനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്ത് പൊള്ളിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അത് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശത്തെ സന്ധ്യാവാറൊക്കെയായി. അപ്പോൾ പിള്ളേരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനിരിക്കുകയാണ് കേട്ടോ. നല്ല സുഖമാണ്. നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കാനും നമ്മൾ പരിചയമില്ലാത്ത പുതിയ ഫാമിലീനെയൊക്കെ പരിചയപ്പെടാനും അവരൊക്കെ ആയിട്ട് സൗഹൃദം നിലനിർത്താനും ഒക്കെ ഇങ്ങനെ ഓരോ യാത്രകളിലൂടെയൊക്കെയാണ് കേട്ടോ നമുക്ക് പറ്റുള്ളൂ. പിള്ളേരൊക്കെ നല്ല സുഖമായിട്ട് മണ്ണ് മാന്തി പുട്ട് അപ്പമൊക്കെ ചുട്ട് മണലിരുന്ന് കളിക്കേണ്ട അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ശക്തിയിൽ തിരടിച്ച് വരുന്ന കടലിൽ
അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പം നമുക്കങ്ങോട്ട് ഇറങ്ങി നടക്കാം അങ്ങനെ പറഞ്ഞാണ് നമ്മളോട് കൊണ്ടുവന്നത്. പക്ഷെ അന്നെന്തോ ഭയങ്കര തിരയായിരുന്നു, കടലിറങ്ങിപ്പോയില്ല കേട്ടോ. ഒരുപാട് ദൂരം ഇറങ്ങിപ്പോകും, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇത്. പക്ഷേ അന്നങ്ങനെ കടലിറങ്ങിയില്ല, നല്ല തിരമാലയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ഫാമിലിയുള്ളൊരു കുഞ്ഞുമാവിയാണ് ഐശുട്ടി. ആൾ നല്ല ക്യൂട്ടാണ് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ടൊക്കെ വന്നു. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും പുറത്തിരിക്കുകയാണ്. പാണങ്ങളെല്ലാവരും അവിടെ അകത്ത് അടുക്കളയിൽ മീനൊക്കെ നന്നാക്കി ഗ്രില്ല് ചെയ്യാണ് കേട്ടോ. ഗ്രില്ല് ചെയ്യാനുള്ള പണിയൊക്കെ ചെയ്യാൻ. അപ്പോൾ പുറത്ത് അങ്ങനെ അധികം ലൈറ്റൊന്നുമില്ല കേട്ടോ, നല്ല കാറ്റാണ്, നല്ല സുഖമാണ്. അങ്ങനെ എല്ലാവരും കൂടി പുറത്തൊക്കെ നല്ല റെസ്റ്റൊക്കെ ചെയ്തെടുക്കാനായിട്ട്. യാതൊരു പണിയൊന്നുമില്ലല്ലോ, നമുക്ക് നല്ല വിശ്രമ വേളയാണ്. ആണുങ്ങളൊക്കെ അവിടെ മീനൊക്കെ നന്നാക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളും പിള്ളേരെല്ലാവരും പുറത്ത് കാറ്റൊക്കെ ഉണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലെ ഓണറാണ്, ഈ വീട്ടിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആയിക്കായാണ് മീനിൻ്റെ മസാലയൊക്കെ കൂട്ടണത്. മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ മീൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാനാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അങ്ങനെ പുറത്തുകൂടെ നടക്കുകയാണ്. അപ്പോൾ ഇരുട്ട് പോലെ കാണുന്ന ഭാഗത്ത് കടലാണ് കേട്ടോ. അങ്ങോട്ട് വെട്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് കടൽ കാണാൻ പറ്റില്ല. അപ്പോൾ കടലിൻ്റെ തീരത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റാണ് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മീൻ ഗ്രില്ലാവുന്നവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മോനാണ് കേട്ടോ എന്നെ സുമേഷ് വ്ളോഗർ എന്നും പറഞ്ഞ് കളിയാക്കലാണെന്ന് ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ ഭയങ്കര തമാശക്കാരനായിരുന്നു കേട്ടോ. റയാൻ എന്നാണ് പേര്. അപ്പോൾ അവരുടെ പുറത്തുള്ള അടുക്കളയിൽ നല്ല ഗ്രില്ലൊക്കെ വെച്ചിട്ട് മീൻ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അവരെന്നെ കേട്ടോ നമുക്ക് ചെയ്ത് തന്നത്. അവളവിടെ വെറുതെ പുറത്ത് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അയക്കന്മാർ തന്നെയാണ് ഇതെല്ലാം ശരിയാക്കി തന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ കൂടെ കപ്പലിലുണ്ടായേക്കാണ് കേട്ടോ. അപ്പോൾ അയക്ക മീനൊക്കെ പൊള്ളിച്ച് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീണ്ടും ഇവിടെ വർത്തമാനത്തിലാണ്. തൊട്ട് താഴെ കടലാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒട്ടും കാണാൻ പറ്റണില്ല, ഇരുട്ടാരനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരിക്കാനായിട്ട്, എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. മീനൊക്കെ നല്ല ഗ്രില്ല് ചെയ്ത് നമ്മൾ കടൽ തീരത്ത് അവിടെ ഒരു സ്ലാബ് പോലെ കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ശരിയാക്കാണ്.
അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുപ്പൂസാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കുപ്പൂസും മയോണൈസും വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് കൂട്ട് പൊറോട്ടയും ചപ്പാത്തിയൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. നമ്മൾ പറഞ്ഞേൽപ്പിച്ചാലൊക്കെയാണ് കേട്ടോ കിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ വേഗം ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ മയോണൈസും ഫിഷ് പൊള്ളിച്ചതും കുപ്പൂസൊക്കെ കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ വട്ടം കൂടിയിരുന്ന് ഫോണിൻ്റെ ടോർച്ചൊക്കെ തെളിച്ച് അങ്ങനെ വട്ടം കൂടിയിരുന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഇതേപോലെയൊക്കെ രാത്രി ഫിഷ് ഗ്രില്ല് ചെയ്തതൊക്കെ കൂടി എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് വേറൊരു സ്ഥലത്ത് പോകുന്നത്. അങ്ങനെ ഓരോ ദിവസം നമ്മളങ്ങനെ ഇവർ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടോ. പിന്നെ അവരെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും മാറി മാറി ഓരോ പീസൊക്കെ എടുത്ത് അങ്ങനെ കുപ്പൂസും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബ്രെഡും ഉണ്ടായി. കുപ്പൂസ് എല്ലാവർക്കും തന്നെ കഴിച്ചിട്ട് വിശപ്പൊന്നും മാറിയില്ല. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡും ഉണ്ടായി മറ്റേ ഫാമിലിയുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. തൊട്ട് താഴെ കടൽ, അവിടെ അതിൻ്റെ തീരത്തിരുന്നാണ് കേട്ടോ നമ്മളിങ്ങനെ ഫിഷൊക്കെ പൊള്ളിച്ചത് കഴിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനത്തെയൊക്കെ ഒരു അനുഭവം ആദ്യമൊക്കെ ആയിട്ടാണ്. നല്ല ഹാപ്പി ആയിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ ലക്ഷദ്വീപിൽ. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ നിന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളവിടെ പെട്ടുപോട്ടോ. എന്നാലും അവിടെ ഉള്ളവരെങ്ങനെയൊക്കെ നമ്മൾ ടിക്കറ്റൊക്കെ ശരിയാക്കി നമ്മളെ കയറ്റി വിടും. അപ്പോൾ ഫിഷൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്.